മൂന്നാമതായി ബ്രെയിനിലെ റിവാർഡ് സെൻറ്ററിൽ വരുന്ന ചേഞ്ചാണ്. സാധാരണ നമ്മൾ ഫുഡ് കഴിക്കുമ്പം കൂട്ടുകാരുമായി ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ, ലവ് ചെയ്യുമ്പം, മ്യൂസിക് കേൾക്കുമ്പം, കളിക്കുമ്പോഴൊക്കെ സന്തോഷം, പ്ലഷർ കിട്ടുന്നത് ബ്രെയിനിലെ റിവാർഡ് സെൻറ്ററായ ന്യൂക്ലിയസ് അക്കംബൻസിൽ ഡോപ്പാമിൻ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് നാച്ചുറലായി കൂടുന്നത് കൊണ്ടാണ്. എന്നാൽ കഞ്ചാവ് എടുത്ത് ഹൈ പ്രഷർ കിക്ക് കിട്ടിയ പിന്നെ ഈ നാച്ചുറലായി കിട്ടുന്ന പ്രഷർ സന്തോഷമൊന്നും ഒരു പ്ലഷർ അല്ലാതായി മാറും. ഇതിനെയാണ് എമോട്ടിവേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. കഞ്ചാവ് അടിച്ചാലേ പിന്നെ ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ. കഞ്ചാവിൽ മൂടിയാകും, ലേസിയാകും, സ്ലോ ആകും, ജീവിതത്തിൽ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റും മോട്ടിവേഷൻ ഇല്ലാതായി മാറും. നമ്മുടെ കഥയിലെ പയ്യൻ സ്റ്റഡീസിനോടും ഫുട്ബോളിനോടും ഇൻട്രസ്റ്റ് പോയതും ഗേൾ ഫ്രണ്ടിനോട് താല്പര്യം കുറഞ്ഞതും ഗേൾ ഫ്രണ്ടിനെയും വീട്ടുകാരെയും ഫോൺ വിളിക്കുന്നത് കുറഞ്ഞതും ഈ എമോട്ടിവേഷൻ സിൻഡ്രോമിൻ്റെ ഭാഗമാണ്. കഞ്ചാവ് തലച്ചോറിലുണ്ടാക്കുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള പൂർണ്ണമായ വീഡിയോ കാണാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.